ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്നും ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കറി കഴിച്ചു മടുത്തെങ്കിൽ നമുക്കൊരു വെറൈറ്റി ഉരുളക്കിഴങ്ങ് കറി നോക്കാം. പൂരിയുടെയും ചപ്പാത്തിയുടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഞാൻ 4 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി വേണ്ടുന്ന തൈരാണ്. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊരു സ്പൂണും കൊണ്ട് ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. തൈരിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഈ കളർ ഒരു ഓറഞ്ച് കളറായിട്ട് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത ഉരുളക്കിഴങ്ങിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തക്ക വണ്ണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എല്ലാ ചാറൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി മാറ്റിയിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും കുറച്ച് സവാള നീളത്തിലരിഞ്ഞും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാടിട്ട് വഴറ്റി ഒരുപാടങ്ങ് സോഫ്റ്റ് ആക്കാൻ പാടില്ല. കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടക്കണം. എന്നിട്ട് നമ്മൾ ഈ സവാളയും ക്യാപ്സിക്കവും നമ്മുടെ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ക്യാപ്സിക്കം ഒന്നും ഉടഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒരു പച്ചയ്ക്ക് ക്യാപ്സിക്കവും കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്നതാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ്. ഫൈനലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട്